ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ ഒരുപാട് സമയം അങ്ങ് പരത്തിയിട്ടും കുഴച്ചിട്ടൊന്നും കളയേണ്ടിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 150 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം നമുക്ക് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം ഓയിലും കൂടി വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഗ്യാസിലെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ രീതി ആകുന്നത് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാൽ വെച്ചാട്ടോ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള പാൽ വേണ്ടിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം ഓയിൽ, നല്ല തണുപ്പുള്ള ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഓയിൽ ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ സാധാരണ മയോണൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടുതൽ നമുക്കൊരു നുള്ളി ഒറിഗാനോയും കൂട്ടി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയാൽ മതി. ഇനി നന്നായിട്ട് അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് മയോണൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ക്യാപ്സിക്കത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മളെ മയോണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫില്ലിങ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പീസ് ബ്രെഡ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഒരു മൂടിയോ നമുക്ക് നമ്മളെ കയ്യിൽ റൗണ്ടായിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ബ്രെഡ് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒന്ന് പരത്തി കൊടുക്കുമല്ലോ, അതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ മസാല വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ അത് നന്നായിട്ട് അങ്ങ് അമർന്ന് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് സമയത്ത് നമ്മളിങ്ങനെ പരത്തി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളൂ. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 10 പീസ് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് എനിക്ക് 4 മുട്ട ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം എന്നുള്ളത് ആ രീതിക്ക് മുട്ട എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ പീസ് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഇതുപോലെ നമ്മൾ ഓരോ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. തിരിച്ചും മറിച്ചും പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് സമയം വെക്കരുത്. പെട്ടെന്ന് തന്നെ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. കളർ മാറുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തുനിന്ന് മാറാനേ പാടില്ല കേട്ടോ. ഇതിൻ്റെ കളർ അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറി വന്നോളും. ബ്രെഡ് അല്ലേ, അപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറി വന്നോളും. ഇപ്പോൾ നമ്മൾ ഇട്ട ഉടനെ തന്നെ നമുക്കിത് ആ കളർ അങ്ങ് മാറി വന്നപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും എണ്ണയിൽ വെക്കരുത്. നമ്മൾ എണ്ണ നന്നായിട്ട് ഈ ബ്രെഡ് കുടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് മാറ്റി കൊടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരുപാട് മാവൊന്നും കുഴച്ച് പരത്തിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ. താങ്ക് യു.